പലപ്പോഴും ഹൃദ്രോഗം തുടങ്ങുന്നത് ആരും അറിയാറില്ല. ഹൃദ്രോഗം ഗുരുതരമായി കുഴഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് അയ്യോ ഹാർട്ട് അറ്റാക്ക് ആണല്ലോ എന്ന് കരുതി ആശുപത്രിയിലേക്ക് പോകുന്നത്. ഒരു തവണ ഹൃദ്രോഗിയായി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം നിങ്ങൾ ഹൃദ്രോഗിയാണ്, മരുന്നിന് അടിമയായിട്ട് ജീവിക്കേണ്ടി വരും, മറക്കരുത്. എന്നാൽ ഹൃദ്രോഗം തുടങ്ങുന്നതിന്റെ തുടക്കത്തിൽ തന്നെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്, പറഞ്ഞുതരാം. തുടക്കത്തിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എഫക്റ്റീവായിട്ട് മാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രധാനമായിട്ടും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് നോർമലി ഉണ്ടാകുന്ന ഉന്മേഷം ഹൃദ്രോഗത്തിന്റെ ടെൻഡൻസി ഉള്ളവർക്ക് കാണത്തില്ല. രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്തെങ്കിലും വ്യായാമം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ക്ഷീണം വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നെഞ്ചത്ത് ഒരു ഭാരം എടുത്തു വെച്ചതുപോലെ നമ്മുടെ നെഞ്ചത്ത് ഏതെങ്കിലും ചെറിയ വേദന പോലെ വരും, കയ്യിലേക്ക് പതുക്കെ റേഡിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നും. നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് മാറും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ജോലി ചെയ്യാനോ സ്ട്രെയിൻ ചെയ്യാനോ വ്യായാമം ചെയ്യാനോ തുടങ്ങുന്ന സമയത്തായിരിക്കും ചെറിയ ഈ ഒരു നെഞ്ചത്ത് വെയിറ്റും കയ്യിലേക്കുള്ള ഈ റേഡിയേഷനും വരുന്നത്. അത് കയ്യിലേക്കാകാം, തൊണ്ടയിലേക്കാകാം, നാവിന്റെ ഈ താഴത്തെ ഭാഗത്തേക്കാകാം, കൈയുടെ ഈ ഷോൾഡറിലേക്ക്, ഇടത് കൈയിലേക്ക് അത് റേഡിയേറ്റ് ചെയ്തെന്ന് വരാം. നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ കുറയും ചെയ്യും. എല്ലാവർക്കും ഇത് കടുത്ത ഹൃദയാഘാതം ഉടനെ വരണമെന്നില്ല. പക്ഷേ ക്രമേണ നിങ്ങൾ റെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് മാറുന്നതിന് കാരണം ശരീരത്തിൽ കൂടുതലായിട്ട് രക്തം ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചെസ്റ്റിന്റെ ഡിസ്കംഫർട്ട് വരികയും നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇത് മാറുകയും ചെയ്യും. ഇതേപോലെ തന്നെ ആസ്മ രോഗമോ ശ്വാസമുട്ടലോ ഇല്ലാത്തവർക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മളൊന്ന് വ്യായാമം ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് വരുന്ന വല്ലാത്ത കിതപ്പും ശ്വാസമുട്ടലും പലപ്പോഴും ഇത്തരത്തിൽ ഹൃദയത്തിന്റെ ബുദ്ധിമുട്ടുകളോ ഹൃദ്രോഗത്തിന്റെ തുടക്കമോ ആകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ ലക്ഷണങ്ങളോ അമിതമായിട്ടുള്ള ക്ഷീണോ ഉണ്ടെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്താൽ ഈ ലക്ഷണങ്ങളെല്ലാം പോകുന്നതാണ്. വീണ്ടും നിങ്ങൾ സ്ട്രെയിൻ ചെയ്യുമ്പോഴായിരിക്കും ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യൂ.